ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ മലയാളം പാഠം 1 മഴയോ മഴ എന്ന പാഠത്തിലെ പേജ് നമ്പർ 16, 17 എന്ന ഭാഗങ്ങൾ പരിചയപ്പെടാം. പ്രതികരിക്കാം, പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. ഈ ചിത്രത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഫാക്ടറികളിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. ഫാക്ടറികളിലെ മലിനമായ വെള്ളം പുഴയിലൂടെ ഒഴുക്കി വിടുന്നുണ്ട്. പിന്നെ അവിടെ വേസ്റ്റ് നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകുന്ന ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമുക്കൊരു പോസ്റ്റർ നിർമ്മിച്ചാലോ? കൂട്ടുകാരെ, പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു പോസ്റ്റർ നമ്മൾ നിർമ്മിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് 4 വശവും വരയ്ക്കണം. അതുപോലെ തന്നെ പോസ്റ്ററിൻ്റെ വിഷയം എന്താണെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ചിത്രം അവിടെ വരയ്ക്കണം. 1 2 വാചകത്തിൽ തലക്കിട്ട് ആ പോസ്റ്ററിന് വേണം. ഇത് നിർബന്ധമായും ഏതൊരു പോസ്റ്ററിനായാലും വേണം. ഇനി നമുക്ക് ഇവിടുത്തെ പോസ്റ്റർ ഒന്ന് നോക്കാം. കൂട്ടുകാരെ നോക്കൂ, പോസ്റ്ററിനെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മലിനമായ ഒരു ജലസ്രോതസ്സിൻ്റെ ചിത്രം അവിടെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് 1 2 വാചകത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. കണ്ടോ കൂട്ടുകാരെ, 1 2 വാചകത്തിലെ ആ പോസ്റ്ററിനെ കുറിച്ച് നമ്മളൊന്ന് എഴുതണം. ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെ പ്രതികരിച്ച് പോസ്റ്റർ നിർമ്മിക്കുന്നത്. അപ്പം നമ്മൾ ജലസ്രോതസ്സുകൾ മലിനമാകുന്നൊരു ചിത്രം വരച്ചു, 4 വശം വരച്ചു. എന്നിട്ട് അതിൽ 1 2 വാചകത്തിൽ എഴുതി അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇതുപോലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പോസ്റ്റർ നിർമ്മിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് കൂട്ടുകാരെ ഈ ചിത്രം? ഈ ചിത്രം നമ്മുടെ കേരള നാടിൻ്റെ ചിത്രമാണ്. നമ്മുടെ നാട്, ഇതൊരു കവിതയാണ്. അപ്പം ഈ കവിത നമുക്കൊന്ന് പാടി നോക്കാം. കവിതയുടെ പേര് നമ്മുടെ നാട് എന്നാണ്. ഇതിന് ഈണം നൽകി നമുക്ക് ഈ കവിത ഒന്നിച്ച് പാടാം. നമ്മുടെ നാട്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പേലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം, നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച, പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. എന്താ കൂട്ടുകാരെ ഈ കവിതയിൽ പറയുന്നത്? നമ്മുടെ കേരള നാടിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? കേരള നാട് എന്ന് പറയുന്നത് മലയുടെ നാടാണ്. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമൊഴുകുന്ന പുഴയുടെ നാടാണ്. നീലക്കടലുകളുള്ള നാടാണ്. ഈ കേരള നാടിന് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തെങ്ങോല പീലി വിരിച്ച് ആടുകയാണ് മയിലാട്ടം. തെങ്ങിൻ്റെ ഓല മയിലിൻ്റെ പീലി വിരിച്ചു പോലെ ഇങ്ങനെ ആടുകയാണ്. പിന്നെയോ പനയോല പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം. എന്താണ്? പനയുടെ ഓല ഇങ്ങനെ നിവർത്തി പിടിച്ച് മയിലിൻ്റെ പീലി വിടർത്തി ആടുന്ന നൃത്തം ചെയ്യുന്നത് പോലെ ഈ പനയോലകളൊക്കെ ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? തെങ്ങുകളുള്ള നാടാണ്, പനകളുള്ള നാടാണ്. പിന്നെന്താണ്? നമ്മുടെ നാടിനെ നെൽവയലുകൾക്ക് തത്തപ്പച്ചയാണ്. തത്തയുടെ കളറുള്ള പച്ച, തത്തപ്പച്ച, തത്തയുടെ നിറമുള്ള പച്ചയാണ് നമ്മുടെ നെൽവയലുകൾക്കെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താഴ്വരയിലൊക്കെ വാഴയുടെ പച്ചയാണ് കാണുന്നത്. കാടിന് എന്താണ്? കരിനീലപ്പച്ചയാണ് കാടിന്. കരിനീലപ്പച്ചയാണ് കാടിൻ്റെ കളറ്. തളിരിലകൾക്ക് ഇളം പച്ച. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ പച്ചകൾ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള നാടിൻ്റെ ചിത്രമാണ് നാം കാണുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഈ പാട്ടിലെ എന്താണ് പറയുന്നത്? നമ്മുടെ കേരള നാടിൻ്റെ പ്രത്യേകതകളും കേരള നാടിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇതിന് ഈണം കണ്ടെത്തി ഒന്നിച്ച് നമുക്ക് പാടണം. ഒന്നും കൂടി പാടി നോക്കിയാലോ? നമ്മുടെ നാട്.
കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച, പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. ഇനി കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെ പ്രത്യേകതകളാണ്? മലകളുള്ള നാട്. ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ കവിതയിൽ പറയുന്നത്? മലകളുള്ള നാട്. പിന്നെന്തൊക്കെയാണ് കവിതയിൽ പറയുന്നത്? പുഴകളുള്ള നാട്, കടലുകളുള്ള നാട്, തെങ്ങുകളുള്ള നാട്, പനകളുള്ള നാട്, അതുപോലെ തന്നെ നെൽവയലുകളുള്ള നാട്, താഴ്വരകളുള്ള നാട്. പിന്നെയോ പിന്നെ തളിരിലകൾ എവിടെയാ? മരങ്ങളും ചെടികളുമുള്ള നാട്. ഇതൊക്കെ നമ്മുടെ കേരള നാടിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, മഴയോ മഴ എന്ന നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.